യെസ് ഓഫ് കോഴ്സ് വിൻ ചെയ്യും. കോഹ്ലി തന്നെ ഫോം ആവുന്നതാണ് പ്രതീക്ഷ. ഓസ്ട്രേലിയ പോയല്ലോ പകുതി സമാധാനം. ടീം ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാരിൽ അങ്ങനെയല്ല പറയാൻ പറ്റും. പ്രധാന കാരണമായിട്ട് തോന്നുന്നില്ല. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള കളികളിൽ ഒന്നാണ് ക്രിക്കറ്റ്. ആട്ടിടയന്മാർ തുടങ്ങി വെച്ച ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. ഇത് തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണ്. എന്നാൽ ഇതിന്റെ രാജാക്കന്മാർ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അത് കൈമാറി ഓസ്ട്രേലിയക്കാരായി, പിന്നീട് അത് കൈമാറി ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാർ തന്നെ ആകുന്നു. അതിന് പ്രധാന ലക്ഷ്യമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ ഓസീസിനെ അടിച്ച് ഫൈനലിൽ വന്നേക്കുന്നത്. ഇന്ത്യയുടെ യുഗം കുറച്ചു നാൾ മുന്നേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടേതായ കാലങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ക്രിക്കറ്റ്. ഇതിന്റെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ 2024 T20യിലും ഇന്ത്യ തന്നെയാണ് ചാമ്പ്യന്മാർ. 2025 തുടക്കത്തിൽ തന്നെ വീണ്ടും ഒരു അവസരം മുന്നിൽ നിൽക്കുന്നു. ഇന്ത്യ കപ്പ് വിൻ ചെയ്യുമോ? ഫിനാലെ എത്തിയിരിക്കുന്നു. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം. മഹാരാജാസിന്റെ പടിവാതിലിൽ നിന്നുകൊണ്ട് കുട്ടികളോട് ഇന്ത്യ ജയിക്കും. എന്തൊക്കെ പ്രധാന ഘടകങ്ങളാണ് ഈ പ്രാവശ്യം ഇന്ത്യക്ക് കാണാൻ കഴിയുന്നത്? ഈ പ്രാവശ്യത്തെ പ്രാവശ്യം കോഹ്ലി തന്നെ ഫോം ആവുന്നതാണ് പ്രതീക്ഷ. കഴിഞ്ഞ സെമിയിൽ ഫോം ആയതുപോലെ തന്നെ ഫൈനലിൽ ഫോം ആവട്ടെ എന്നുള്ള വിചാരിക്കുന്നു. രോഹിത് ശർമ്മ അത്ര ഒരു ഇതായിട്ടില്ല, എന്നാലും കോഹ്ലിയുടെ ഇതിലാണ് ഇപ്രാവശ്യം മുന്നോട്ട് പോയെന്ന് തോന്നുന്നത്. എന്നാലും രോഹിത്തിന്റെ കഴിഞ്ഞ സെമിയിലുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഫൈനലിൽ മികച്ചത് കാണാമെന്ന് വിചാരിക്കുന്നു. ഷമി നല്ലൊരു ബോളറാണ്, പക്ഷേ ഇപ്രാവശ്യത്തെ കളിയിൽ നല്ലൊരു ബോളിംഗ് മികവ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ കപ്പടിക്കും. ഇന്ത്യ കപ്പടിക്കും. കോഹ്ലിയില്ലേ? ഓ ഗ്രേറ്റ് ആൻസർ. കിങ് കോഹ്ലി അല്ലേ? ആക്റ്റീവ് ഫോം ആയില്ലേ? ലാസ്റ്റ് കളി അടിച്ചില്ലേ? പിന്നെ ആരിലേക്കാണ് പ്രതീക്ഷ? ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഷമ്മി. ആരെ എതിരാളിയായിട്ട് കിട്ടണം നമുക്ക്? സൗത്ത് ആഫ്രിക്ക. ഓക്കെ, താങ്ക് യു. ഇന്ത്യ ഇപ്പൊ ഒരു വേൾഡ് കപ്പ് നേടി T20യിൽ അടുത്ത തന്നെ രോഹിത് ശർമ്മയുടെ കീഴിൽ കിട്ടാൻ പ്രധാനമായി എന്തൊക്കെ ഘടകങ്ങളാണ് കാണുന്നത്? ഘടകം എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് വരാൻ പോണത് ഇനിയിപ്പോ ഒന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ന്യൂസിലൻഡ് അല്ലേ. രണ്ടുപേരും ഫൈനലിൽ മുട്ടിടിക്കുന്ന ടീം അല്ലേ? പറയാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയ പോയല്ലോ പകുതി സമാധാനം. ബാക്കി ഇനി പറയുന്ന പോലെ അവരുടെ നിർഭാഗ്യം നമ്മളെ തുണക്കെന്ന് വിചാരിക്കാം. പിന്നെ ഇപ്പൊ നല്ല ടീമും ഉണ്ടല്ലോ. ദുബായ് നമുക്ക് പരിചയമുള്ള ക്ലൈമറ്റ് ആണ്, പിച്ചാണ്. പിന്നെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ കളിച്ച ഒരു ICCന്റെ ഇതൊന്നും ഫൈനൽ നമ്മള് തോറ്റിട്ടില്ല. എല്ലാം ട്രോഫി അടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി, കോഹ്ലിയും ഫോമിലാണ്, ജയിക്കും. സ്പിൻ ത്രയം സ്പിൻ വരുൺ ചക്രവർത്തി ഇപ്പൊ 33 വയസ്സുകൊണ്ടെങ്കിലും സൂപ്പർ ആണല്ലേ? സൂപ്പർ അല്ലേ? അത് IPL കാണണല്ലേ കൊൽക്കത്തക്ക് വേണ്ടിയിട്ട്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് കളിക്കുന്നു വിചാരിക്കാം. അക്സർ പട്ടേലും ഫോമിക്ക് വന്നാല് ജഡേജ മൊത്തത്തിൽ തൂക്കും. ഷമി, ബുംറയുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും ഷമീൻ ഇപ്പൊ ലാസ്റ്റ് ഇത് അടിപൊളിയാക്കുമെന്ന് വിചാരിക്കാം. ദുബായ് പിച്ചിൽ കൂടുതൽ സ്പിന്നേഴ്സ് ആണല്ലേ? സ്പിന്നേഴ്സിനാണ് കുറച്ച് കൂടുതൽ. രണ്ടുപേരെ ഫേസ് ഡിപ്പാർട്ട്മെന്റ് മതി. പിന്നെ എന്താ വെച്ചാൽ ആ ഒരു പിച്ചിൽ നമ്മള് മിഡിൽ ഓർഡറിൽ സ്പിന്ന് നന്നായിട്ട് കളി തിരിക്കാൻ പറ്റും പിച്ചിന്റെ സ്വഭാവത്തിനനുസരിച്ച്. അത് രോഹിത് ശർമ്മയ്ക്ക് നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ് ക്യാപ്റ്റനുമാണ്, ഇത് മുന്നേ ചെയ്തു വരുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വിൻ ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ത്യക്കാരിൽ അങ്ങനെയല്ല പറയാൻ പറ്റും. കോഹ്ലി, വിരാട് കോഹ്ലി. രോഹിത്തോ നമ്മുടെ അക്സർ പട്ടേലൊക്കെ അടിക്കോ? അക്ഷരടിക്കാൻ കുറവായിരിക്കും. അക്സറിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? അത് കൊള്ളാം. T20 വിട്ടുള്ള ആള് നന്നായിട്ട് കളിക്കുന്നത്. നല്ല ഓൾറൗണ്ടേഴ്സ് ഇന്ത്യക്ക് ഉണ്ടല്ലേ? ഏകദേശം ഒരു 7th വിക്കറ്റ് വരെ കളിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ത്യക്ക് നല്ല സാധ്യത. ചാമ്പ്യൻസ് ഓഫ് ഇന്ത്യ ഉറപ്പാണ്. സൗത്ത് ആഫ്രിക്ക എതിരെ വന്നാലും ന്യൂസിലാൻഡ് എതിരെ വന്നാലും അടിച്ചിടും. ഇന്ത്യ, ടീം ഇന്ത്യ. കോഹ്ലി തന്നെ. കോഹ്ലി തന്നെ. വേറെ എന്തൊക്കെ ബൗളിംഗിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്? അർഷദീപിനെതിരായിട്ട് എടുത്തിട്ടില്ല. അതൊരു പ്രധാന കാരണമായിട്ട് തോന്നുന്നില്ല. കാരണം മെയിനായിട്ട് ബാറ്റിംഗ് ആണ് ഇത് ചെയ്യേണ്ടത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആണല്ലേ? സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ്. പിന്നെ ദുബായ് അല്ലേ ഇന്ത്യക്ക് അനുകൂലം. എതിരാളിയായിട്ട് ആരെ കിട്ടേണ്ടത്? ഒരാളെ ആര് വന്നാലും കുഴപ്പമില്ല. ന്യൂസിലാൻഡ് വരാതിരിക്കുന്നത് നല്ലത്. ദക്ഷിണാഫ്രിക്ക ആകുമ്പോൾ കുറച്ചും കൂടി കളി ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. രണ്ടും ഫൈനലിൽ വന്ന ഇച്ചിരി മുടങ്ങുന്ന ടീമുകളാണ്. അതെ, ഫൈനലിൽ ഭാഗ്യമില്ലാത്ത ടീമാണ്. പിന്നെ സൗത്ത് ആഫ്രിക്ക ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് ബാറ്റിംഗ്. പിന്നെ ആ കണ്ടീഷനിൽ, ദുബായ് കണ്ടീഷനിൽ ഇന്ത്യക്ക് നല്ല പ്രിവിലേജ് ഉണ്ടല്ലേ? യെസ് ഓഫ് കോഴ്സ് വിൻ ചെയ്യും. Chance India will win. So you have a 80% chance. എതിരാളികളെ കിട്ടാൻ ചാൻസ് ഉള്ളത് സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡും ആണ്. ന്യൂസിലാൻഡ് ഇപ്പോൾ നല്ല രീതിയിൽ കളിച്ചു വരുന്നു. ഏത് ടീമിന്റെ കിട്ടിയിട്ടായിരിക്കും ഇന്ത്യ കൂടുതൽ? South Africa. സൗത്ത് ആഫ്രിക്ക. ഇന്ത്യക്ക് പ്രധാനപ്പെട്ട മികച്ച ഘടകങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ്? Very good fielding, good batting order. ആരായിരിക്കും ഹീറോ? Hero Virat.